ഈ കൂട്ടത്തിൽ വീട് പണിക്ക് വേണ്ടി ലോൺ എടുത്തിട്ട് ബാങ്കിൽ പലിശ അടക്കുന്ന ആളുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം വഹറമ റിബ, ഖുർആനിൻ്റെ ആയത്ത് കൊണ്ട് നേർക്കുനേർ ഹറാമാക്കിയ കാര്യമാണ് പലിശ. വൻ പാപങ്ങളിൽ എണ്ണിയ ഒരു കാര്യമാണ്. അവൻ പൂർണ്ണമായും ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ അവൻ യോഗ്യനല്ല. നിങ്ങൾ വാങ്ങിയ വണ്ടി വീട്ടിലുണ്ടോ, നിങ്ങളതോട് സഞ്ചരിച്ചോളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കുടുംബത്തിന് മുമ്പിലൊക്കെ ഇങ്ങനെ നല്ല കല്യാണത്തിനൊക്കെ പോകാൻ നല്ല സുഖമാണ്, നിങ്ങളിവിടെ സുഖിച്ചോളൂ. പക്ഷേ ആ സുഖിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് പടച്ചോൻ്റെ സ്വർഗ്ഗമാണ്. ഷഹാദത്ത് ശരിക്കും എന്താ? ഷഹാദത്തിൻ്റെ വചനം എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലേ? ഇത് ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണോ ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണോ? ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്, ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണ്. ഞാൻ വെറുതെ ചോദിക്കട്ടെ, ഇസ്ലാംകാരും ഈമാൻകാരും തമ്മിൽ വ്യത്യാസം നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഈമാൻകാര്യം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കാര്യമാണ്, വിശ്വസിച്ചാൽ മതി, ഒന്നും ചെയ്യാനില്ല അതിൽ. ഇസ്ലാംകാര്യം എന്ന് പറഞ്ഞാൽ കർമ്മമാണ്, ചെയ്യണം, ചെയ്ത് കാണിക്കണം. നിസ്കാരം ദിവസവും 5 തവണ നിർബന്ധമായി നിസ്കരിച്ചോളണം. ക്ലിയർ? നോമ്പ് പിന്നെ സക്കാത്ത് കൊല്ലത്തിൽ 1 തവണ കൊടുത്തോളണം. നോമ്പ് കൊല്ലത്തിൽ നിർബന്ധ നോമ്പ് 1 മാസം എടുത്തോളണം. ജീവിതത്തിൽ പാകുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്തോളണം. ഹജ്ജിൻ്റെ മേലെയാണ്, നോമ്പിൻ്റെ മേലെയാണ്, സക്കാത്തിൻ്റെ മേലെയാണ്, നിസ്കാരത്തിൻ്റെ മേലെയാണ് അല്ലാഹ് ഷഹാദത്ത് കൊണ്ടുവച്ചേ. ശ്രദ്ധിക്കണേ, ഷഹാദത്തിന് ഏറ്റവും ലാസ്റ്റ് അല്ല, ഷഹാദത്തിനെ ഫസ്റ്റ് കൊണ്ടുവച്ചു. എന്ന് വെച്ചാൽ ഷഹാദത്ത് ചെയ്യേണ്ടതുമാണ്. ഇതിനീ പറഞ്ഞ 4 എണ്ണത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾ ഷഹാദത്താണ്. ഓക്കെ, ഇനി ഷഹാദത്ത് എങ്ങനെ ചെയ്യാമെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഷഹാദത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പോവാം. 1-ാമത്തെ വചനം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതല്ല ഷഹാദത്തിൻ്റെ ഇത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണോ ഷഹാദത്ത്? അല്ല, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഓക്കെ, അത് ഉറപ്പാണല്ലോ അല്ലേ? നമ്മൾ അതിന് ആദ്യ ഭാഗം എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രശ്നമൊന്നും ഇല്ല, ക്ലിയർ അല്ലേ ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഞാൻ മലയാളം വായിക്കാം. അള്ളാഹു അല്ലാതെ വേറെ ആരാധനയില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എങ്ങനെ ചെയ്യാം? ചോദ്യം ക്ലിയർ ആയില്ലേ? നമ്മൾ പറഞ്ഞു ഷഹാദത്ത് എന്തിനുള്ളതല്ല, വിശ്വസിക്കാനുള്ളതല്ല, ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഷഹാദത്ത് ഈ പറഞ്ഞ സാധനം എങ്ങനെ നമ്മൾ ചെയ്യാം? ആർക്കുത്തരം പറയാം? പറഞ്ഞോളേ. പ്രാർത്ഥിക്കുമ്പോൾ അതാണ് അത് മാത്രം മതിയോ? ആ എന്ന് വെച്ചാൽ ഞാനൊന്നും കൂടി സമയം ചുരുക്കാൻ വേണ്ടി പെട്ടെന്ന് പറയാട്ടോ. ഞാൻ പറയുന്നു, അയാൾ അള്ളാഹുവിനെ അംഗീകരിച്ചത് മുതൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജന്മം കൊണ്ടല്ല കേട്ടോ, എപ്പോഴാണ് ചിലപ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോഴാവും ഇതാണോ ഷഹാദത്ത് എന്ന് ചിന്തിക്കുക. എപ്പോഴാണോ ഷഹാദത്ത് ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചറബിനെ ആരാധനായിക്കൊണ്ട് സ്വീകരിക്കുന്നത്, അന്ന് മുതൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും ആരാധനായിക്കൊണ്ട്, ആരെന്നാണ് ഒരു നന്മ അഭൗതികമായിക്കൊണ്ട് നന്മ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അഭൗതികമായിക്കൊണ്ട് ഒരു അപകടം പ്രതീക്ഷിക്കേണ്ടത് ആരെന്ന് മാത്രമായിരിക്കണം? അള്ളാഹ്ന്ന് മാത്രമായിരിക്കണം. ഒരു പുണ്യം പ്രതീക്ഷിച്ചിട്ട് ഒരാൾക്കൊരു സ്വതക്ക കൊടുക്കേ, പ്രാർത്ഥിക്കേ, നിസ്കരിക്കേ, ഒരു നന്മ ചെയ്യേ, അതിന് കൂലി പ്രതീക്ഷിക്കണില്ലേ? എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ സഹായം തേടിയേ, അല്ലെങ്കിൽ ഭരമേൽപ്പിക്കേ, നേർച്ച നടത്തേ, വഴിപാട്, എന്താണെങ്കിലും അത് ആരെന്ന് മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് മരണം വരെ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റാൻ പാടില്ല. അള്ളാഹിനല്ലാത്തവനോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹ്ക്കല്ലാത്തൊരു ശക്തിക്കും അവൻ അഭൗതികമായിക്കൊണ്ട് ഒരു നിലക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നു വിശ്വസിക്കാൻ പാടില്ല. അതിന് തൗഹീദിൻ്റെ വേറെ വിഷയമുണ്ട്, ഞാൻ എനിക്ക് പോണില്ല, സമയം പോകുന്നുള്ളതാണ്. അതിന് നമുക്ക് ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകൾ നമ്മൾ പഠിക്കും. ഞങ്ങൾ പറഞ്ഞ വിഷയം എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന അവർ ഇബ്രാഹിമിൻ്റെ നബിയുടെ പിൻപറ്റുകാർ എങ്ങനെയായിരുന്നൊക്കെ ഞാൻ അപ്പോൾ പറയും. ഇന്നത് പറയാൻ നിന്നത് പക്ഷേ നമ്മളെ വിഷയം പൂർത്തിയാവില്ല എന്നുള്ളതാണ്. പക്ഷേ അള്ളാഹ് നമ്മൾ തുടർ ക്ലാസ് ആണല്ലോ, അന്ന് അപ്പോൾ ഓർമ്മ ഉണ്ടായാൽ ചോദിക്കാൻ. ഞാൻ പറഞ്ഞു വെക്കുന്നത്, അപ്പോൾ ചുരുക്കി പറഞ്ഞ് എന്ത് മനസ്സിലായി? നിസ്കാരം ശരിക്ക് ദിവസം 5 തവണ നിസ്കരിച്ചാൽ ചെയ്താൽ മതി. ഇപ്പം ഷഹാദത്ത് ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഫുൾ ടൈം വേണം. അതാണ് എൻ്റെ ഉത്തരം. സക്കാത്ത് കൊല്ലത്തിൽ 1 തവണ കൊടുത്താൽ മതി. ഷഹാദത്ത് എന്ത് ചെയ്യണം? മുഴുവൻ സമയം വേണം. നോമ്പ് കൊല്ലത്തിൽ 1 മാസം നോറ്റാൽ മതി. പക്ഷെ ഷഹാദത്ത് എന്ത് ചെയ്യണം? മുഴുവൻ സമയം വേണം. ഹജ്ജ് ജീവിതത്തിൽ 1 തവണ ചെയ്താൽ മതി. ഷഹാദത്ത് ജീവിതത്തിൽ മുഴുവൻ സമയവും വേണം. അപ്പം നമ്മൾ അപ്പോൾ ഓക്കെ, ഞാൻ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന മുജാഹിദാണ്, ഞാൻ
മറ്റുള്ള അന്ധവിശ്വാസം വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. അപ്പം എനിക്ക് ഷഹാദത്തുണ്ട്, ഓക്കെ ശരിയാണ്, ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? എന്താ പ്രശ്നം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതുകൊണ്ട് ഷഹാദത്ത് പൂർത്തിയാവില്ല. ഷഹാദത്തിന് പകുതിയാവുള്ളൂ അല്ലേ? അങ്ങനല്ലേ? കാരണം ഷഹാദത്തിന് എന്തുണ്ട്? രണ്ടാമത്തെ ഒരു ഭാഗം കൂടി ഉണ്ട്. എന്താണത്? വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ശ്രദ്ധിക്കണേ, നിങ്ങൾ നിസ്കാരം ലോഹർ എന്ത് ചെയ്തു? ഒന്നാമത്തെ അത്തയ്യാത്തിന് നിങ്ങൾ സലാം വിട്ടി. ലോഹർ പൂർത്തിയായോ? ഇല്ല. ലോഹർ 4 റക്അത്ത് മുഴുവനാക്കണം, അപ്പോഴേ പൂർത്തിയാവുള്ളൂ. നോമ്പ് നിങ്ങൾ ഉച്ചക്ക് നോമ്പ് തുറന്നു, പറ്റുമോ? പറ്റൂല. റമദാൻ മാസങ്ങൾ 15 ദിവസം നോമ്പ് നോറ്റു, പറ്റുമോ? ഹജ്ജിന് പോയിട്ട് മിനയിൽ പോയിട്ട് പോന്നു, ബാക്കി പിന്നെ ചെയ്യാൻ ഇറങ്ങണം, പറ്റുമോ? അത് പൂർത്തിയാക്കണം. അപ്പം അങ്ങനെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതെങ്ങനെ നമ്മളെ ജീവിതത്തിൽ ചെയ്യാം? ഇവിടെയാണ് നമ്മൾ പിടിക്കപ്പെടുക. വെച്ചാൽ നമ്മളെ ഉള്ളിൽ ഇത് കൊള്ളുക. ഒന്ന് പറഞ്ഞാണ്. ഷഹാദത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട്, ഷഹാദത്ത് എന്ത് മനസ്സിലായി? ഷഹാദത്ത് ഫുൾ ടൈം വേണ്ട കാര്യമെന്ന് മനസ്സിലായി. അങ്ങനെ ഷഹാദത്തിൻ്റെ രണ്ടാമത്തെ പകുതി അപ്പം പറഞ്ഞകരായി കിട്ടിയിട്ടുള്ളൂ. ബാക്കി പകുതി എന്താണെന്നാണ് ചോദിക്കണത്. നബി പറഞ്ഞതുപോലെ ഒന്ന് വ്യക്തമാക്കിക്കോളി. നബി പറഞ്ഞതുപോലെ ഫുൾ ജീവിതം. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ മുഹമ്മദ് നബിയെ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഒരു മുസ്ലിമിൻ്റെ ജീവിതമായിരിക്കണം എനിക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാകേണ്ടത്. അതല്ലേ അതിൻ്റെ ഉത്തരം? അല്ലേ? ഞാനതിനൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ചിട്ട് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചെയ്യാൻ ആവശ്യം മുസ്ലിമായി ജീവിക്കാൻ പറഞ്ഞ രീതികൾ ഞാൻ പൂർണ്ണമായും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും തീർന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേർക്ക് നേർ ഹറാമാണെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കുകയും ചെയ്യുമ്പോഴാണ് ഷഹാദത്തിന് രണ്ടാമത്തെ പകുതി എനിക്ക് കിട്ടുകയുള്ളൂ. അതും കൂടി കിട്ടിയാലേ എൻ്റെ ഷഹാദത്ത് പൂർത്തിയാവുള്ളൂ. ഷഹാദത്ത് ഉണ്ടെങ്കിലേ പരലോകത്ത് പോയിട്ട് എത്ര വലിയ നന്മ ചെയ്തവനക്കും സ്വർഗത്തിലേക്ക് എന്തുള്ളൂ? എൻട്രി ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഒരാൾ ചെയ്ത തെറ്റുണ്ടെങ്കിൽ മനുഷ്യന്മാരെ തെറ്റ് പറ്റും, പടച്ചോൻ തൗബ ചെയ്യാൻ അവസരം തന്നിക്കണ്. എന്നാലും എന്തെങ്കിലും പരലോകത്ത് ഉണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് അറിയോ? അതിനുള്ള ശിക്ഷ കഴിഞ്ഞിട്ട് എങ്ങോട്ട് കയറാം? സ്വർഗത്ത് കയറുന്നതാണ്. എന്തുണ്ടെങ്കിൽ? ഷഹാദത്ത് ഉണ്ടെങ്കിൽ. എന്തുണ്ടെങ്കിലേ കയറുള്ളൂ. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഷഹാദത്തിൻ്റെ പകുതി ഓക്കെയാണ്. ഞാൻ എന്നെ ഒന്ന് പരിശോധിക്കുകയാണ്. എന്നെ സയ്യിറിനെ പരിശോധിക്കുമ്പോൾ, റിയാസിനെ പരിശോധിക്കുമ്പോൾ ഷഹാദത്തിന് രണ്ടാമത്തെ പകുതിയായ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ കാര്യങ്ങൾ പിൻപറ്റി ജീവിക്കുന്നവനും അള്ളാഹിൻ്റെ റസൂൽ ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായും ഒഴിവാക്കുന്നവനുമാണോ ഞാൻ? അങ്ങനെ അല്ല എങ്കിൽ എൻ്റെ ഷഹാദത്ത് പൂർണ്ണമാണോ എന്ന് ഞാൻ ചോദിക്കണം. ഞാൻ എന്നോട് ചോദിക്കാട്ടോ. ഈ കൂട്ടത്തിൽ ഒന്ന് തോന്നരുതേ, കൂടെ നിങ്ങളെ ഒരു പേഴ്സണൽ വീടൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ കൂട്ടത്തിൽ വീട് പണിക്ക് വേണ്ടി ലോൺ എടുത്തിട്ട് ബാങ്കിൽ പലിശ അടക്കുന്ന ആളുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം വഹറമ റിബ, ഖുർആനിൻ്റെ ആയത്ത് കൊണ്ട് നേർക്ക് നേർ ഹറാമാക്കിയ കാര്യമാണ് പലിശ. വൻ പാപങ്ങളിൽ എണ്ണിയ ഒരു കാര്യമാണ്. അവൻ പൂർണ്ണമായും ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ അവൻ യോഗ്യനല്ല. കാരണം ഖുർആനും ഹദീസും ഖണ്ഡിതമായി നിഷിദ്ധമാക്കിയ കാര്യമാണ് കേട്ടോ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്. ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ പൂർണ്ണമായി ഞാനൊരു മുസ്ലിം ആണോ? ഞാൻ വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് EMIക്ക് വണ്ടി എടുക്കുന്നു. അപ്പം അങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് കൂടെ ഒന്നും പറയാനില്ല കേട്ടോ. എന്താണെന്നറിയോ? നിങ്ങൾ വാങ്ങിയ വണ്ടി വീട്ടിലുണ്ടോ? നിങ്ങൾ അതുകൊണ്ട് സഞ്ചരിച്ചോളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളെ കുടുംബത്തിന് മുമ്പിലൊക്കെ ഇങ്ങനെ നല്ല കല്യാണത്തിനൊക്കെ പോകാൻ നല്ല സുഖമാണ്, നിങ്ങളിവിടെ സുഖിച്ചോളൂ. പക്ഷേ ആ സുഖിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് പടച്ചോൻ്റെ സ്വർഗ്ഗമാണ്. നരകത്തേക്ക് നിങ്ങൾ പോകും. നിങ്ങൾക്ക് ഇവിടെ കിടക്കാൻ 4 ഭാഗത്തും LED ലൈറ്റൊക്കെ ഉള്ള നല്ല സുഖമുള്ള വീടുണ്ടോ? ബാങ്കിൽ നിന്ന് പലിശക്ക് ലോണൊക്കെ എടുത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കട്ടോ. ഇവിടെ നിങ്ങൾ നല്ലപോലെ കിടന്നോളി. പക്ഷേ കബറിലും നിങ്ങൾക്ക് നല്ലപോലെ കിടക്കാൻ പറ്റൂല കേട്ടോ. നിങ്ങൾ നരകത്ത് കിടക്കേണ്ടി വരും. നിങ്ങൾ ഇവിടെ സ്വിച്ചതിന് പകരം നിങ്ങൾ എന്ത് വാങ്ങി? നിങ്ങൾ നരകം വാങ്ങി. ഉണ്ടോ? ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോട് ഒന്നും കൂടി ചോദിക്കുകയാണ്. ഞാൻ എന്നോട് ചോദിക്കട്ടെ, ആദ്യം നിങ്ങളോട് ചോദിക്കണം, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ. സത്യത്തിൽ
ഈ പറഞ്ഞ ഷഹാദത്ത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം ആണോ ഞാൻ? ഇപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം കത്തിയിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഷഹാദത്ത് വല്ല പ്രാധാന്യം ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഷഹാദത്തിന് എന്താണ് റിയാസ്ക തോന്നുന്നത്? ഷഹാദത്തിന് വല്ല പ്രാധാന്യം ഉണ്ടോ? ഈ ഒരു വിഷയം എൻ്റെ ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുമ്പോഴുള്ള അവസ്ഥ തന്നെയാണോ? അപ്പോൾ ഒന്ന് അഭിപ്രായം പറഞ്ഞാണെങ്കിൽ കേൾക്കട്ടെ. അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഈ വിഷയം തുടങ്ങുമ്പോൾ ഷഹാദത്തിനെ മനസ്സിലാക്കിയ പോലെ തന്നെയാണോ ഇപ്പോൾ ഷഹാദത്തിനെ മനസ്സിലാക്കണേ? ഒന്ന് അവിടെ ഇരുന്ന് പറഞ്ഞോളി. ക്ഷമിക്കണമെന്നല്ല, ഷഹാദത്ത് എന്നുള്ളത് ഇങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള സാധനമായിട്ട് തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിക്കണം ഇതിനു മുമ്പ്. ഇല്ല. അതിനർത്ഥം എന്താ അറിയോ? ഞാൻ ഇപ്പം നിങ്ങൾക്ക് എടുത്ത പാഠം ഏതാ? നിങ്ങൾ 1ാം ക്ലാസ്സിലെ ബാലപാഠത്തിലെ 1ാമത്തെ പാഠം. നിങ്ങൾ വീട്ടിൽ പോയിട്ടേ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീൻ്റെ ബുക്ക് എടുക്കുക. അതിലുണ്ടാവും, ബാലപാഠത്തിലുണ്ടാവും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന റസൂലുള്ളാഹ്. എന്ന് വെച്ചാൽ നമ്മൾ അന്ന് പഠിച്ചതാണ്, പക്ഷേ ഇപ്പോൾ നമ്മളത് പഠിക്കേണ്ട പോലെ പഠിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇൽമിൻ്റെ കാര്യത്തിൽ ഇവിടെ വരാത്ത ആൾക്കാരൊക്കെ തോന്നുന്നുണ്ടാവും, അതെത്ര ക്ലാസ് ഞാൻ കേട്ടിരിക്കണം, എനിക്ക് ഇനിയൊന്നും പഠിക്കാനൊന്നുമില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ പഠിച്ച വിഷയം എന്താണ്? 1ാം ക്ലാസ്സിലെ ബാലപാഠത്തിലെ നമ്മൾ 5 വയസ്സായ കുട്ടി പഠിക്കുന്ന ബുക്കത്തെ പോയിൻ്റ് ഞാൻ പഠിക്കുന്നത്. നിങ്ങളൊന്ന് പോയി ബുക്ക് എല്ലാ മദ്രസ ബുക്കിലുണ്ടാവും. 1ാം ബാലപാഠത്തിലുണ്ടാവും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും കുട്ടികൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിലേക്ക് അത് പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പരിശോധിക്കണം. ഓക്കെ, അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ശ്രമം ഉണ്ടാക്കണം. മനസ്സറിഞ്ഞ് അത് അപ്പോഴപ്പോൾ നോക്കി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ നാട്ടിലെ എല്ലാ മുസ്ലിമിനോട് അയൽ മുസ്ലിമിനെ കള്ള കൊടുത്തുക്കുന്ന നീതി ഈക്വലാണ്. എല്ലാവർക്കും സെയിം ചാൻസാണ്. നമുക്ക് മുസ്ലിം പേരുള്ളതുകൊണ്ട് നമുക്ക് അധികം ചാൻസ് ആര് തരുന്നില്ല. ഷഹാദത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിക്കുക എന്നുള്ളതും, 2ാമത്തെ ഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും പിൻപറ്റുക എന്നുള്ളതും. അത് സൂചിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? നിങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്താണ്? ഭാര്യയെക്കാളും മക്കളെക്കാളും ഈ ലോകത്ത് എന്തിനേക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ, അതല്ലെങ്കിൽ എന്നെ പിൻപറ്റുന്നത് വരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ മാത്രമേ പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് ചേർത്ത് വെക്കാം. ഇനി ഇതിലിഞ്ഞ് അവസാനിപ്പിക്കുകയാണ് 1-2 കാര്യങ്ങൾ കൂടി ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് വരുന്ന അബദ്ധങ്ങൾ 1-2 കൂടി, അത് ഈ ഷഹാദത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകുന്ന, നമ്മൾ ഒരിക്കലും വിശ്വാസി ഒരാൾ ഇത് ചെയ്തതുകൊണ്ട് ഷഹാദത്ത് പൊളിഞ്ഞു പോകുമ്പോൾ ഷഹാദത്ത് നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നല്ല ഇതിനർത്ഥം കേട്ടോ. ഒരു വിശ്വാസി എപ്പോഴും എന്തായിരിക്കണം? ഷഹാദത്ത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ആളായിരിക്കണം. ഷഹാദത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? ഭംഗം വരുത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് സൂചിപ്പിക്കുന്ന കാര്യം, ഈ അള്ളാഹു അല്ലാതെ ഒരു ആരാധന ഇല്ല എന്ന് പറയുമ്പോൾ അതിന് 3 ഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ്. നേരത്തെ റിയാസ്ക പറഞ്ഞതിൽ നമുക്ക് ആ ഭാഗം പൂർണ്ണമായി നമ്മൾ വിശദീകരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന അബദ്ധങ്ങൾ മാത്രം പറയാൻ കേട്ടോ. ഒന്ന്, അള്ളാഹു ആണ് എല്ലാം പടച്ചത് എന്നുള്ള വിശ്വാസമാണ് അല്ലേ? ഇത് മാത്രം കൊണ്ട് ഒരാൾ ഷഹാദത്ത് പൂർണ്ണമാവുമോ ചോദിക്കണം. ക്ലിയർ ആയില്ല. ഒരാൾ ഷഹാദത്ത് അംഗീകരിച്ചു എന്ന് പറയുന്നു, അള്ളാഹു ആണ് എന്നെയും ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഉണ്ടാക്കിയത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അയാൾ ഷഹാദത്ത് പൂർണ്ണമാവുമെന്ന് ചോദിക്കണത്. അങ്ങനെ പൂർണ്ണ ആകണവുമായിരുന്നുവെങ്കിൽ നേരത്തെ റിയാസ്ക്ക് ചോദിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ ആരാവണമായിരുന്നു? മുസ്ലിം ആകണമായിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയുന്ന സന്ദർഭമുണ്ട്. അബ്രഹത്ത് എന്ന് പറയുന്ന രാജാവ് അല്ലേ, ഒരു തീർത്ഥാടന കേന്ദ്രം ഉണ്ടാക്കി അങ്ങോട്ടേക്ക് ആരും പോവാത്ത സന്ദർഭം വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കഅബ പൊളിക്കാൻ തീരുമാനിച്ചു. ആനപ്പട്ടാളവുമായി വന്നു, മക്കയിൽ തമ്പടിച്ചു. ആദ്യം ചെയ്തത് എന്താ? അവിടുത്തെ ധനാഢ്യന്മാരുടെ ഒട്ടകത്തൊക്കെ പിടിച്ചുകൊണ്ടുപോയി. അത് വാങ്ങാൻ ചെല്ലുന്നുണ്ട് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പയായിട്ടുള്ള അബ്ദുൽ മുത്തലിബ് അല്ലേ? അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൻ്റെ അടുത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഒട്ടകത്തെ വിട്ടു തരണം. അപ്പോൾ അബ്ദുൽ മുത്തലിബിനോട് അബ്രഹത്ത് ചോദിക്കുന്ന ചോദ്യം വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ ചോദിക്കണത്? അല്ലയോ അബ്ദുൽ മുത്തലിബേ, നിങ്ങൾ ആരാധിക്കുന്ന കഅബ ഞങ്ങൾ പൊളിക്കാൻ പോവാണ്. എന്താണ് ആരാധിക്കുന്നത്? ഹജ്ജ് നടക്കുന്ന സ്ഥലമാണ്. എന്ത്?
അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന മുമ്പ് അവിടെ എന്തുണ്ട്? ഹജ്ജ് ചെയ്തിട്ട് ആരാവില്ല? മുസ്ലിം ആവില്ല. ഷഹാദത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇനിയോ ഹജ്ജ് നടക്കുന്ന ഇനി ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മേന്മ പറഞ്ഞെന്താണ്? മുഹമ്മദേ, ഇവിടെ കാലങ്ങൾ നീ വരുന്നതിന് മുമ്പ് വരെ കാലങ്ങളായി ഇവിടെ ഹജ്ജിന് വരുന്നവർക്ക് ഞങ്ങളെ വെള്ളം കൊടുക്കണേ, ഞങ്ങളെ ഭക്ഷണം കൊടുക്കണേ. ആ ഞങ്ങളോടാണ് നീ ദീന് പറഞ്ഞത്, അള്ളാനെ പറഞ്ഞു തരുന്നത്. നീ വരുന്ന മുമ്പ് ഞങ്ങൾക്ക് ആരറിയാം? അള്ളാനെ അറിയാം എന്നാണ്. അപ്പോൾ അള്ളാഹുവിനെ ശരിക്കും ആര് പരിചയപ്പെടുത്തിയതല്ല? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അബ്ദുൽ മുത്തലിബ് കൊടുത്ത മറുപടി എന്താണ്? നിങ്ങൾ പിടിച്ചു വെച്ച ഒട്ടകത്തിൻ്റെ യജമാനൻ ഞാനാണ്, അതുകൊണ്ട് ആ ഒട്ടകത്തിന് നിങ്ങൾ എന്ത് ചെയ്തോളി? എനിക്ക് തന്നോളി. ആ കഴുബക്കൊരു യജമാനൻ, ഒരു അള്ളാഹു ഉണ്ട്. ആ കഴുബയെ എന്ത് ചെയ്തോളും? ആ അള്ളാഹു കാത്തോളും. എന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കണ മുമ്പ് മക്കയിലുള്ള ആളുകൾക്ക് ആരിൽ വിശ്വാസമുണ്ട്? അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. ഈ രണ്ടാമത്തെ കാര്യം ബോധ്യപ്പെടുത്തുന്ന കാര്യം, ബദർ യുദ്ധം. ബദർ യുദ്ധത്തിലേക്ക് ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യം പുറപ്പെടുന്ന എവിടുന്നാന്ന് നിങ്ങൾ? കഴുബേന്നാണ്. കഴുബൻ്റെ കില്ല, കഴുബൻ്റെ ഡോറ് പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം ആരും? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, ശത്രു സൈന്യത്തിൻ്റെ നേതാവ് അബൂജഹൽ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണത്? ആരോടാ പ്രാർത്ഥിക്കണത്? അള്ളഹാനോട്. വെച്ചാൽ അള്ളഹാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാവില്ല? മുസ്ലിം ആവില്ല. നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ശത്രു സൈന്യ നേതാവ് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു മതവുമായിക്കൊണ്ട് മുഹമ്മദ് വന്നിരിക്കുന്നു, ആരുടെ ഭാഗത്താണോ സത്യം? അപ്പം അള്ളഹാനോട് പ്രാർത്ഥിച്ചാലും അള്ളാഹ് ആരെയും കൂട്ടൂല? മുസ്ലിമായി കൂട്ടൂല. അള്ളാഹനെ റബ്ബായി സ്വീകരിച്ചാലും ആരെയും കൂട്ടൂല? മുസ്ലിമായി. പിന്നെ എന്താണ് വ്യത്യാസം? അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിൻ്റെ മേലെ കയറിയിട്ട് പറഞ്ഞത്, നിങ്ങൾ ഒരു അള്ളാഹ് എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു ഇലാഹുണ്ട്, അവനെ നിങ്ങൾ ആരാധിക്കണം എന്നല്ല. എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. നിങ്ങൾ ആരാധിക്കുന്ന ലാത്തയും ഉസ്സയും മനാത്തയും അടക്കമുള്ള ഒരുപാട് ദൈവങ്ങളില്ലേ, അവരൊന്നും ലാ ഇലാഹ, അവരൊന്നും ഇലാഹേ അല്ല, ഇല്ലല്ലാ, അള്ളാഹ് അല്ലാതെ. എന്ന് വെച്ചാൽ ഇവരൊന്നും ആരാധിക്കാൻ പാടില്ല, അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? എന്ന് വെച്ചാൽ അള്ളാഹനെ സൃഷ്ടിച്ചത് ശരിയാണ്, അള്ളാഹനെ ആരാധിക്കുക അത് പറ്റൂല, അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതാണ് ഉലൂഹിയത്ത്, ഇലാഹ്. പല ആൾക്കാരും ഇവിടെ തെറ്റിപ്പോവും. മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നവരോ, അള്ളല്ലാത്തവരോട് മക്ക മുശ്രിക്കുകൾ നടത്തിയതുപോലെ അവർക്ക് പ്രശ്നങ്ങളും ദുരിതം ഉണ്ടാകുമ്പോൾ ജാറങ്ങളിലേക്കും അക്ബറുകളിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള ബീവി തങ്ങന്മാരുടെ അടുത്തേക്കും ഏലസിലേക്കും ഒക്കെ ആശ്രയിക്കണം. അതിനർത്ഥം എന്താണ്? അള്ളല്ലാത്ത ശക്തികൾക്ക് അവരെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ കഴിയും എന്ന് വെച്ചാൽ അവരെ ഷഹാദത്ത് പൊളിഞ്ഞുപോയി. മനസ്സിലായോ? അപ്പോൾ അള്ളാഹ് റബ്ബാണെന്ന് വിശ്വസിക്കണം. രണ്ടാമത് എന്തു ആവണം? അള്ളാഹ് ഇലാഹാണെന്ന് വിശ്വസിക്കണം. തീർന്നോ? തീർന്നില്ല. ഒരു ഭാഗം കൂടി ആർക്കാവ് പറയാൻ പറ്റുക? അറിയണോ? റുബൂബിയത്ത് റബ്ബാവണം, ഇലാഹാണോ? ഒന്ന് അസ്മാഉ വ സിഫാത്ത്. എന്താ അസ്മാഉ സിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ചില ഗുണവിശേഷണങ്ങളുണ്ട്. എന്താ ഗുണവിശേഷണങ്ങൾ? എല്ലാം കാണുന്നവൻ, ഒറ്റ ഉദാഹരണം പറഞ്ഞു കേട്ടോ. എല്ലാം കാണുന്നവൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. എല്ലാം കാണുന്നവൻ. അതിന് അറബിയിൽ ബസീർ എന്ന് പറയും. നിങ്ങൾക്ക് കാണാൻ കാഴ്ചല്ലേ? എനിക്ക് കാഴ്ചയുണ്ട്. നമ്മളെല്ലാവരും ബസീറാണ്. പക്ഷേ അൽ ബസീർ, എല്ലാം കാണുന്നവൻ ആരേ ഉള്ളൂ? അള്ളാഹു ഉള്ളൂ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. അബ്ദുൽ കലാം ഒറ്റത്താണി ഒരു നമ്മളെ പണ്ഡിതനാണ്, പരിചയം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ മുമ്പിലാണ് എൻ്റെ നാട്ടിൽ ചമ്മറവട്ടം ഉസ്താദിൻ്റെ വീട്, ചമ്മറവട്ടം ഉസ്താദിൻ്റെ വീട്. ഒരു ദിവസം അബ്ദുൽ കലാം ഒറ്റത്താണി സംസാരത്തിനോട് പങ്കുവെച്ച കാര്യമാണ്. അങ്ങനെ എൻ്റെ നാട്ടിലുള്ള ഒരു ഹൈന്ദവ സഹോദരി, ഒരു പ്രായം ചെന്നൊരു സ്ത്രീ, ഒരു വൃദ്ധ, ഒരു ദിവസം ഈ ചമ്മറോട്ട ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു ഔലിയാണ് ഞങ്ങളെ ഏരിയത്തെ. അപ്പോൾ ഈ ഇവരോട് ചോദിച്ചു, എന്താ നിങ്ങളിവിടെ വരാൻ കാരണം? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ വീട്ടിലുള്ള പേരക്കുട്ടിയുടെ പാദസരം കാണാതായി, ഞങ്ങളെ പറമ്പിൽ മൊത്തം തിരിഞ്ഞു. അപ്പോൾ എൻ്റെ അയൽവാസിയിലൊരു സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ചമ്മറോട്ട ഉസ്താദിൻ്റെ അടുത്ത് പോയാൽ നിങ്ങളെ കാര്യം നേടും, അത് ഇവിടെ ഉള്ളതെന്ന് ഉസ്താദ് പറഞ്ഞിരുന്നാണ്. അങ്ങനെ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാണ് എന്നാണ്. ആ സംസാരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ഉസ്താദ് വന്ന് വാതിൽ തുറന്നിട്ട് ഈ സ്ത്രീനെ ഉള്ളിലേക്ക് വിളിച്ചു. അപ്പോൾ കലാംക ഒരു തിരിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞെടുത്തെന്നറിയോ, നിങ്ങളും ഞാനും ആ ഉസ്താദിൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കണ ഉസ്താദ് കണ്ടത് എങ്ങനെയാണെന്നറിയോ? ആ ഗേറ്റുമുള്ള CCTV ക്യാമറ വെച്ചിട്ടാണ്.
സ്വന്തം വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന ആളെ വരെ കാണാൻ CCTV ക്യാമറ ഉപയോഗിക്കേണ്ട ഉസ്താദ് എങ്ങനെയാണ് നിങ്ങളെ വീട്ടിൽ പറമ്പിൽ പോയ പാദസരം കാണുക ഉണ്ടോ? ഇപ്പോഴും ചില ആൾക്കാർ വിശ്വസിക്കുന്ന എന്താണ്, ഇത്തരം ഉസ്താദുമാർക്ക് തങ്ങന്മാർത്ത് പോയാൽ അപ്പോൾ എന്തിനു തെറ്റി, ഇതിന് പറ്റി. അതേപോലെ തന്നെ ഈ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരെ വന്നിട്ട് പറയും, ഔ ഇജ് വന്നപ്പോൾ കരണ്ട് കണ്ട് പോയി ഉണ്ടോ? നമ്മളിൽ ആൾക്കാർ പറഞ്ഞ വർത്താനാണ്. ഇജ് കയറി വന്നപ്പോൾ എന്ത് ചെയ്തു, കരണ്ട് കണ്ട് പോയി. അതിനർത്ഥം എന്താ, നമ്മൾ പറയാതെ പറയാണ് ഒരാൾ കയറി വന്നാൽ അവലക്ഷണമാണ്, കരണ്ട് പോകാൻ സാധ്യതയുണ്ട്. നമ്മളെവിടെ തെറ്റി? അസ്മാവോ സിഫാത്തിൽ തെറ്റി. അഭൗതികമായ രക്ഷയും ഗുണവും ദോഷം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? നമ്മളെ വരവിന് പറ്റുമോ? ആർക്ക് പറ്റുള്ളൂ? നിങ്ങളെ സ്ത്രീകൾക്കിടയിലാണ് ഉണ്ണിയപ്പം ഉഷാറായിക്കണല്ലോ, നമ്മൾ പറയും ആ സ്ത്രീ വന്ന് പറഞ്ഞതിന് ശേഷം ഒറ്റ ഉണ്ണിയപ്പം ശരിയാവണം ഞാൻ അറിയും. ചില സ്ത്രീകൾ, നമ്മളെ പേരെ സ്ത്രീകൾ വരെ പറഞ്ഞ വർത്താനാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്, ആ സ്ത്രീൻ്റെ നാവ് തട്ടി എന്ന് പറയും. എനിക്ക് കരിനാവ് ഉണ്ടല്ലേ എന്ന് ചോദിക്കും. അഭൗതികമായി നമുക്ക് രക്ഷയും ശിക്ഷയും തരാൻ കരിനാവിന് പറ്റുമോ? അങ്ങനെ നമ്മൾ തമാശക്കെങ്കിലും പറഞ്ഞാൽ ഇന്ന് 1-ാം തീയതിയാണ്, ഇന്ന് കച്ചവടം കിട്ടിയാൽ ബാക്കിയുള്ളൊക്കെ ഉഷാറാവും എന്ന് പറയാൻ പാടില്ല. ഇന്ന ആളെ കണി കണ്ടിറങ്ങിയാൽ ഉഷാറാവും എന്ന് പറയാൻ പാടില്ല. ഇന്ന ആളുമായി കച്ചവടം നടത്തിയാൽ ഉഷാറാവും, ഇന്ന ആൾ കട ഉദ്ഘാടനം ചെയ്താൽ ഉഷാറാവും, ഇന്ന ആൾ വീടിന് തറ കല്ല് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഉമ്മ കല്ലിട്ടോട്ടെ, അത് ഉമ്മാക്ക് ബഹുമാനം കൊടുക്കാം, പക്ഷെ ഉമ്മ കല്ല് ഇറക്കി വെച്ചാൽ ബർക്കത്തുണ്ടാവുമെന്ന് വിശ്വസിക്കാൻ പറ്റൂല ഉണ്ടോ? എന്ന് വെച്ചാൽ ബർക്കത്തൊക്കെ തരുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യരുത്, ഇതിൽ ഒരു വിശ്വാസം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ കണ്ണേറ് ഒരു ഫലനവുമില്ല എന്ന് വിശ്വസിക്കണം. അത് വിശ്വസിക്കാത്തവൻ ആരാന്നറിയോ? ആരാണ് അവൻ? അള്ളാഹിൻ്റെ അസ്മാവ് സിഫാത്തിലും ഉലൂഹിയത്തിലൊക്കെ എന്ത് ചെയ്തു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എന്താ പറയുക, സുന്നി കുടുംബത്തിൽ ജനിച്ചു വളർന്ന് സുന്നിയായി മദർസകളിൽ ദഫ് പഠിപ്പിച്ച് 3 കൊല്ലം ദഫ് മാസ്റ്ററായിട്ട് നബിദിനം നടത്തുന്ന ഒരു സഹോദരനാണ്. അതിന് ഇടയിൽ ഇസ്ലാം തൗഹീദിനെ കുറിച്ച് കേൾക്കാനും ഇസ്ലാം സ്വീകരിക്കാനൊക്കെ ഒരു അവസരം കിട്ടി. ഇസ്ലാം സ്വീകരിക്കാൻ, തൗഹീദ് സ്വീകരിക്കാൻ അവസരം കിട്ടി. ഞാൻ എൻ്റെ വീട്ടിൽ 4 മുതൽ കുപ്പികളുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ എൻ്റെ സ്ഥിരമായി ഐക്യലുണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ സ്ഥിരമായി ജാറങ്ങളിലും അക്ബറിലും പോകുമായിരുന്നു. എന്തുണ്ടെങ്കിലും അവിടെ പോകുമായി. ആ രീതിയിലുള്ള എല്ലാവിധ അന്ധവിശ്വാസം ഉള്ളൊരു കുടുംബത്തിൽ നിന്നാണ്. ഇതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ വിചാരം മുജാഹിദ് പ്രസ്ഥാനം 3 ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇതിനേക്കാൾ വലിയ അന്ധവിശ്വാസം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാണ്. ഇവിടെ അതിലേക്കും വല്ല സിഹർ ഫലിക്കൂല എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ മുജാഹിദായത്. ഇവിടെ എത്തിയപ്പോൾ എന്താണ്, സിഹർ ഫലിക്കുന്നു. പിന്നെയോ ജിന്ന് മേത്ത് കയറുന്നു. ഇതിനെതിരെ സംസാരിച്ചിട്ടാണ് ഞാൻ മുജാഹിദായത്. ഇവിടെ വന്നപ്പോൾ എന്നോട് പറയുന്നു ജിന്ന് മേത്ത് കയറും, കണ്ണേറ് തട്ടും, സിഹർ ഫലിക്കും. പിന്നെന്ത് സുന്നിയും മുജാഹിദും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്, സിഹർ ഫലിക്കൂല, റസൂലുള്ളാഹിക്ക് സിഹർ ഫലിച്ചിട്ടില്ല, ജിന്ന് ബാധ ഏൽക്കൂല, ജിന്ന് ചികിത്സയില്ല, കണ്ണേറ് തട്ടൂല എന്ന കറകളഞ്ഞ തൗഹീദ് പറയുന്നത് മർക്കസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുജാഹിദ് വിഭാഗമാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഈ 3നെയും കുറിച്ച് മനസ്സിലാക്കി ഞാൻ എങ്ങോട്ട് വന്നത്, മർക്കസ് പ്രവർത്തനത്തിനെ കൂടി. ഞാൻ അല്ലാതെ പാരമ്പര്യമായി മുജാഹിദ്, ഇപ്പോഴും എൻ്റെ ഉപ്പ ത്വരീഖത്തിന് പോണ ആളാണ്. എൻ്റെ വീട്ടിലെ ആളുകൾ സുന്നികളാണ്. ഞാനും എൻ്റെ ഭാര്യയും അത്രയാണ് മുജാഹിദുകളായി ജീവിക്കുന്നുള്ളൂ. കണ്ടോ? അപ്പം ഈ രീതിയിൽ അന്ധവിശ്വാസം ഒഴിവാക്കി വരുമ്പോഴും മുജാഹിദുകളായ ആൾ മുജാഹിദ് പ്രസ്ഥാനം ഇട്ട് എറിഞ്ഞു പോയ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യുന്നു, ഷഹാദത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിൽ ഇലാഹിയത്തിലും ഉലൂഹിയത്തിലും അസ്മാ സിഫാത്തിലൊക്കെ എന്ത് ചെയ്യുന്നു, വള്ളം ചേർക്കുന്നു. എന്ന് വെച്ചാൽ അത് നമ്മുടെ ഷഹാദത്ത് തകർക്കുന്ന കാര്യമാണ്. ഷഹാദത്ത് തകർന്നാൽ എത്ര നന്മ ചെയ്താലും നമുക്ക് ഇവിടെ രക്ഷപ്പെടാൻ കഴിയില്ല, പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു, സമയം എന്ത് ചെയ്യണം, അതുകൂടി കൂട്ടിച്ചേർക്കാം. പ്രയാസമില്ലാന്ന് വിചാരിക്കണം. ഞാൻ അത് പ്രത്യേകം പറയാൻ നോട്ട് ചെയ്ത് കൊണ്ടതാണ്. ഇനി ഇവിടെ എങ്ങനെയാണ് ഇത്തരം ആളുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് തോന്നുന്നില്ല, ചില ആളുകൾ ചോദിക്കും അതെങ്ങനെ ശരിയാവുക, ആ പണ്ഡിതന്മാർക്കിനെ തെറ്റുപറ്റുമോ, അത് സ്വഹീഹ് ഹദീസിൽ വന്നതല്ലേ, സ്വഹീഹുൽ ബുഖാരി നിങ്ങൾ നിഷേധിക്കല്ലേ, എന്ത് കണ്ണേർ ഫലിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഫലക്കുനാസ് എന്തിനിറങ്ങിയതാ? അതേപോലെ തന്നെ സിഹർ ഫലിക്കൂല എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിൽ ഹദീസില്ലേ, അപ്പോൾ സ്വഹീഹുൽ ബുഖാരിക്ക് തെറ്റുപറ്റുമോ, അത് ഖുർആൻ കഴിഞ്ഞ ഏറ്റവും അസഹായത്തിലെ ഗ്രന്ഥമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വല്ലാതെ പ്രയാസപ്പെടും. അവിടെയാണ് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട്
അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ വിശ്വാസത്തിൻ്റെ ഇത് മനസ്സിലാവും. അനുകരണം ഇത്തിബാഗ് തക്ലീദു ദീനിലില്ല എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ. ചോദിക്കണേ, ചോദ്യം മനസ്സിലായില്ല. അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? നിങ്ങൾ മനസ്സിലാക്കി എന്താണ്? ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആൾ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചെന്ന് മാത്രം. റസൂലുള്ള പറഞ്ഞതാണ്, ഞാൻ സ്വർഗത്ത് പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ ആളാണ്. അത്രയും പ്രധാനപ്പെട്ട ആളാണ് അല്ലേ? പക്ഷെ ഞാൻ അങ്ങോട്ട് ഒരു വാക്ക് പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരിക്കലും ജീവിതത്തിൽ തെറ്റു പറ്റൂല ഞാൻ പറയുന്നു. ശരിയാവോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ചോദ്യം മനസ്സിലായില്ലേ? അബൂബക്കർ സിദ്ദീഖ് നമ്മൾ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷെ നമുക്ക് പറയാൻ അവകാശമുണ്ടോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റു പറ്റൂല എന്നുള്ളത്? അങ്ങനെ തെറ്റു പറ്റാത്ത ആൾ ആരാളുള്ളത്? മഅസൂമിങ്ങൾ ആരാളുള്ളത്? പ്രവാചകന്മാരാണ്. റസൂലുള്ളാഹിക്ക് ഒരിക്കലും തെറ്റു പറ്റൂല, അത് നമുക്ക് പറയാം, മഅസൂമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ എത്ര ദറജുള്ള ആളാണെങ്കിലും ഒരിക്കലും തെറ്റു പറ്റൂല നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വിശ്വാസിക്ക് പറയാൻ പാടില്ല. കാരണം അത് പ്രമാണമല്ല. ദീനിൽ പ്രമാണം എന്താ? 4 കാര്യമാണ്. ഒന്ന്, ഖുർആനിൽ ഒരു കാര്യം പറയണം. എന്താ ഖുർആന്റെ പ്രത്യേകത? ലാ റൈബ ഫീഹി, അതിലെന്തുണ്ടാവില്ല? ഒരു സംശയവും തെറ്റുണ്ടാവില്ല. അങ്ങനെ തന്നെ വിശ്വസിക്കും വേണം. പക്ഷേ അതിനുശേഷം സ്വഹീ ഹദീസുകൾ നിദാനം ചെയ്യുന്ന പണ്ഡിതന്മാരായിക്കോട്ടെ, അവരെ നമ്മൾ അംഗീകരിക്കണം, ഉൾക്കൊള്ളണം, ആദരിക്കണം, ബഹുമാനിക്കണം. പക്ഷെ അവർക്ക് തെറ്റു പറ്റൂല. തെറ്റു പറ്റുമോ എന്ന് ചോദിച്ചാൽ തെറ്റു പറ്റൂല എന്ന് പറയാൻ പറ്റൂല എന്ന് എന്ത് ചെയ്യണം? പറയണം. എന്താ എൻ്റെ നമ്മൾ? അതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. റസൂലിനോട് ചേർത്ത് വെക്കരുത്. റസൂലിൻ്റെ കീഴാണ് ആര്? സ്വഹാബിമാർ. ഖുർആനോട് ചേർത്ത് ഹദീസ് വെക്കരുത്. ഖുർആൻ അസഹു കിതാബിൻ ബഅദ കിതാബില്ല എന്നാണ്. ഖുർആൻ കഴിഞ്ഞുള്ള ലോകത്തിൽ കുറേ ഗ്രന്ഥമുണ്ട്. അതിലേറ്റവും അസഹായ ഗ്രന്ഥമാണെന്ത്? സഹീഹുൽ ബുഖാരി. സഹീഹുൽ ബുഖാരി താഴെന്ന് പറഞ്ഞോ? ഇല്ല. നോക്കി നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഖുർആനാണ് ഒന്നാം പ്രമാണം. രണ്ടാമത്തെ പ്രമാണം ഹദീസാണെന്ന് നമുക്കറിയാം. മൂന്നാമത്തെ പ്രമാണം ഇജ്മാ നമുക്കറിയാം അല്ലെ? ഇജ്മാ അറിയാം, ഖിയാസും അറിയാം. ഞാനത് വിശദീകരിക്കണില്ല, വേറെ സമയത്ത് പറയാം. ഇതിലെല്ലാവർക്കും അറിയണതല്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല 4 പ്രമാണം എന്താണെന്നുള്ളത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോണൊരു കാര്യമാണ്, അത് പറയാനത് പറഞ്ഞത്. ഇനി ഇവിടെ ഈ പ്രമാണങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഈ പ്രമാണം 4 ഇതിൽ നിന്ന് ദീനീപരമായ ഒരു കാര്യം സ്വീകരിക്കേണ്ടതിൻ്റെ ഈ 5 പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത്തരം ആളുകൾ ഒരു ഹദീസിൻ്റെ പിന്നാലെ പോയിട്ട് ന്യായീകരിച്ച് സീറ് ഫലിക്കുന്നതിലേക്ക് എത്തിയെന്നുള്ളതും കണ്ണേർക്ക് എത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാം സ്ഥാനത്ത് പരിഗണിക്കേണ്ടത് ഖുർആനാണ്. ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞു, അതിന് കുറച്ച് വിരുദ്ധമായിക്കൊണ്ട് ഹദീസിലും പറഞ്ഞു. ഹദീസ് സ്വഹീഹ് ആയതാണ്, ഹദീസ് സ്വഹീഹ് ഹദീസാണ്, എല്ലാ പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന ഹദീസാണ്. ഖുർആനിൽ പറഞ്ഞതിന് വിരുദ്ധമാണിതെങ്കിൽ ഒരു വിശ്വാസത്തിന് നിലപാട് എന്തായിരിക്കണം? ഖുർആൻ അംഗീകരിക്കുന്നത്. ഖുർആനാണ് ഫസ്റ്റ് അല്ല? ഖുർആൻ ഇത് ഒപ്പത്തിനൊപ്പം വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല? പരിശോധിക്കാൻ പാടില്ല. ഇനി രണ്ടാമത് നമ്മൾ ഈ പരിഗണിക്കേണ്ട എന്താ അറിയോ? മുത്തവാത്തിർ ഹദീസാണ്. എന്താ മുത്തവാത്തിർ എന്ന് പറയുന്നത് എന്താ അറിയോ? ഒരു സംഘം ആളുകൾ അവരിൽ നിന്ന് മറ്റൊരു സംഘം ആളുകളിലേക്ക് വരും. അപ്പോൾ അതിൽ തെറ്റ് വരില്ല. കാരണം എന്താണ്? ഒരാൾ പറഞ്ഞാൽ പുതിയാൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ഒരു കൂട്ടത്തിൽ എല്ലാവരും പറഞ്ഞു, ഇവരെല്ലാവരും പറഞ്ഞെന്നുണ്ടാവില്ല, അതിൽ തെറ്റ് വരില്ല. അപ്പോൾ മുത്തവാത്തിർ 2ാം സ്ഥാനം. ഇനി സിഹാവുസിത്ത എന്ന് കേട്ടിക്കണോ? സിഹാവുസിത്ത അല്ലേ? സിഹാവുസിത്തയിൽ പറഞ്ഞ 6 ഹദീസ് പണ്ഡിതന്മാരുണ്ട്. അവരെ ഗ്രന്ഥങ്ങളാണ് എന്തിൽ വരിക? സിഹാവുസിത്തയിൽ വരിക. വിശദീകരിക്കണില്ല. അങ്ങനെ 6 ഗ്രന്ഥങ്ങളിലും ഒരേ ഹദീസ് ആവർത്തിച്ച് വന്നു. അപ്പോൾ അത് പരിഗണിക്കാം. അതിനാണ് 3ാം സ്ഥാനം. ഒരു ഹദീസ് എന്ത് ചെയ്തു? ബുഖാരി, മുസ്ലിമിൽ, പിന്നെ അഹ്മദിലും നസായിലൊക്കെ എന്ത് ചെയ്തു? ഇബ്നു മാജയിലൊക്കെ ആവർത്തിച്ച് വന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അതിന് 3ാം സ്ഥാനം കൊടുക്കേണ്ടത്. 4ാം സ്ഥാനം എന്താ? നിങ്ങൾ 4ാം സ്ഥാനം ബുഖാരിയിലും മുസ്ലിമിലും ഒരേ ഹദീസ് ആവർത്തിച്ച് വന്നു. മുത്തഫഖുൻ അലൈഹി എന്ന് കേട്ടിട്ടുണ്ടാവും. ബുഖാരിയിലും മുസ്ലിമിലും വന്നു. 5ാമത്തെ പരിഗണനകൾ എന്താണെന്ന് നിങ്ങൾ? ബുഖാരിയിൽ വന്ന ഹദീസിന് പിന്നെ മുസ്ലിമിന് വന്ന ഹദീസ്. എന്ന് വെച്ചാൽ ഹദീസ് പരിഗണിക്കുന്ന കൂട്ടത്തിൽ ബുഖാരിയിൽ വന്ന ഹദീസിന് ഈ നിദാനശാസ്ത്ര പ്രകാരം എന്താ ഉള്ളത്? 5ാമതാണ്. അതിന് മുമ്പ് എന്തുണ്ട്? മുത്തഫഖുൻ അലൈഹിണ്ട്. ബുഖാരി മുസ്ലിമിൽ ഒരേപോലെ വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെന്തുണ്ട്? സിഹാവുസിത്തിൽ എല്ലാത്തിലും വന്നതുണ്ട്. അതിൻ്റെ മേലെന്തുണ്ട്? മുത്തവാത്തിറായി വന്നതുണ്ട്. അതിന് മേലെന്തുണ്ട്? ഖുർആനുണ്ട്. എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു കാര്യങ്ങൾ? സഹീഹുൽ ബുഖാരി തെറ്റ് പറ്റുമെന്ന് പറയുന്നത് സഹീഹുൽ ബുഖാരി നേരെ കൊണ്ടുപോയിട്ട് ഖുർആൻ്റെ ഒപ്പമോ അതിൻ്റെ താഴത്തോ കൊണ്ടുപോയി വെക്കും. ഉണ്ടോ? അപ്പോൾ ഈ സമീപന രീതിയിൽ എന്ത് പറയുന്നു? തെറ്റ് വരുമ്പോൾ. ഇനി വേറൊരു കാര്യം കൊണ്ട് പറഞ്ഞു കേട്ടോ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഇതിലൊന്നും ആര് വന്നിട്ടില്ല? ഖുർആൻ മുഫസ്സിരിങ്ങൾ വന്നിട്ടില്ല. വന്നിക്കണോ? മുഫസ്സിരിങ്ങളില്ല.
അപ്പോൾ ഖുർആനിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് സ്വീകരിക്കേണ്ട രീതി കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് വേറെ എടുക്കുക. ഞാൻ ചുരുക്കിയാണ് പരമാവധി പറയാൻ ശ്രമിക്കുന്നത്. ഖുർആനിൻ്റെ ആയത്ത് വ്യാഖ്യാനിക്കുമല്ലോ. ഈ ആയത്ത് കൊണ്ട് എന്താ ഫലക്ക് എന്തിനാ ഇറങ്ങിയത്, നാസ് എന്തിനാ ഇറങ്ങിയത്? ഇപ്പോൾ ഇവരെ വർത്തമാനം കേട്ട തോന്നിപ്പോവും സിഹിർ പലിച്ചപ്പോൾ അതിന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ കണ്ണേർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇറക്കിയ ആയത്താണ് നാസ് ഫലക്ക് എന്ന് പറഞ്ഞു പോവാണ്. അത് ഖുർആനിലെ പിന്നെ അതിന് വേണ്ടി ഒരു പ്രാർത്ഥനയായിട്ട് അവതരിപ്പിച്ചാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്, ഒരു ആയത്തിനെ വ്യാഖ്യാനിക്കാനുള്ള ഒന്നാമത്തെ രീതി പല ആയത്തുകൾ തന്നെ വ്യാഖ്യാനിക്കും. എന്ന് വെച്ചാൽ ഒരു ആയത്തിൽ പറഞ്ഞതിൻ്റെ വിശദീകരണം വേറെ ആയത്തിലുണ്ടാവും. അപ്പോൾ ആയത്തിനെ വ്യാഖ്യാനിക്കാൻ ഒന്നാമത്തെ പരിഗണന ആർക്കാണ്? ഖുർആനിന് തന്നെയാണ്. ഖുർആനിൽ വേറൊരു ആയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും? അതിനെ വിശദീകരിക്കുന്നുണ്ടാവും. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടത് ഖുർആനിൻ്റെ ആയത്തിനെ ഹദീസിൽ വ്യാഖ്യാനിക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ആര് വ്യാഖ്യാനിക്കുന്നുണ്ടാവും? റസൂലുള്ളാഹി വ്യാഖ്യാനിക്കുന്നുണ്ടാവും എന്നർത്ഥം. വിശദീകരണം കൊടുക്കുന്നുണ്ടാവും. നമുക്കറിയാം സക്കാത്ത്, നമസ്കാരം പോലുള്ളതിന് എന്തില്ല, കൂടുതൽ വിശദീകരിക്കുന്ന ഇവിടെയാണ്, ഹദീസുകളിലാണ്. അപ്പോൾ രണ്ടാമത്തെ ആയത്തിനെ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ്? ഹദീസുകളാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. മൂന്നാമത്തെ സ്ഥാനം ആർക്കാന്ന് തരുമോ? സ്വഹാബിമാരെ വ്യാഖ്യാനം. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹിയിൽ നിന്ന് ഖുർആൻ നേരിട്ട് കേട്ട് മനസ്സിലാക്കി റസൂലുള്ളാഹി ആ ആയത്തനുസരിച്ച് ജീവിച്ച് കാണിച്ചത് ആരുടെ മുമ്പിലാണ്? സ്വഹാബിമാരുടെ മുമ്പിലാണ്. അപ്പോൾ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ മൂന്നാമത്തെ പരിഗണന ആരെ വാക്കുകൾക്ക് കൊടുക്കേണ്ടത്? സ്വഹാബിമാരെ വാക്കുകൾക്ക് കൊടുക്കേണ്ടത്. നാലാമത്തെ പരിഗണന ആർക്കാന്ന് നിങ്ങൾ? നാലാമത്തെ പരിഗണന കൊടുക്കേണ്ടത് താബീങ്ങൾക്കാണ്. കാരണം സ്വഹാബിമാരിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന സ്വഹാബിമാരെ കാണുകയും ചെയ്ത ആളുകളാണ് ആര്? താബീങ്ങൾ. അതുകൊണ്ട് നാലാമത്തെ പരിഗണന ആർക്കാണ്? താബീങ്ങൾക്കാണ്. അഞ്ചാമത്തെ പരിഗണന ആർക്കുള്ളത്? മുഫസ്സിരീങ്ങൾക്കുള്ളത്. ഖുർആൻ പരിഭാഷ എഴുതിയ പണ്ഡിതന്മാർക്കുള്ളത് ആർക്കാണ്? ഇവിടെ ഖുർആൻ ഒരു ആയത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പറയുമ്പോൾ ഒരു കെട്ട് ആയത്തിപ്പുറവും വേറെ കെട്ട് അട്ടിക്കായത്ത് കിതാബിനെ കുറിച്ച് പറയാണ്. എന്നാൽ ഈ മുഫസ്സിറിൽ ഈ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഉണ്ടോ? എങ്ങോട്ടാ പോണത്? അഞ്ചാം സ്ഥാനത്തുള്ള മുഫസ്സിറിന് എന്തിനേക്കാളും, ഖുർആനിനേക്കാളും സ്വഹാബിമാരുടെ വാക്കുകളെക്കാളും താബീങ്ങളെക്കാളും എന്ത് ചെയ്യുന്നു? പ്രാധാന്യം കൊടുക്കുന്നു. ആ രീതിയിലാണ് എന്ത് ചെയ്യണത്? അഞ്ചാമത്തെ വ്യാഖ്യാനം അവസാനിപ്പിക്കാനായോ? നമസ്കാരം 45 എന്നല്ല പറഞ്ഞ്, ഇത്രയും 40 ഞാൻ അപ്പം പറഞ്ഞു വരുന്നത്, ഇത്തരം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇല്ലാതായി പോയിട്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുസ്ലിം സമൂഹത്തിൽ ഇല്ലാതായി പോയ കണ്ണേറ്, സിഹിർ, ബാധ ഒഴിപ്പിക്കൽ പോലെയുള്ള അന്ധവിശ്വാസങ്ങളെ മുജാഹിദുകളുടെ പേരിൽ തന്നെ വീണ്ടും വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതിലുള്ള സമീപന രീതിയിൽ വന്ന വ്യത്യാസമാണ്. ഈ പറയുന്ന കിതാബുകൾക്കും അല്ലെങ്കിൽ അതിന് ഖുർആനിനേക്കാളും സ്വഹീഹായ ഹദീസുകളെക്കാളും മുത്തവാത്തിറായ ഹദീസുകളിലേക്കാളും പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കുന്നതും ചർച്ചയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങളിലേക്ക് പോയത്. അങ്ങനെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റുബൂബിയത്തുനിന്ന് ഉലൂഹിയത്തുനിന്ന് അസ്മാഉ സിഫാത്ത് അവരെന്ത് ചെയ്യും? തെറ്റിപ്പോവുകയും ഷഹാദത്തിൻ്റെ അവിടെ പിഴവ് സംഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും ഞാൻ സമയത്തിന് തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേഗത്തിലും പിന്നെ ചുരുക്കിയും അവതരിപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ കുറച്ചും കൂടി ഒരു പഠനാർഹമായ ക്ലാസ് ആയിട്ടാണ് ഒരു വിഷയ പ്രാധാന്യത്തോടെ എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ക്ലാസ്സുകളും ആ രീതിയിൽ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. നമ്മൾ വിഷയങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പരമാവധി ആളുകളെ ഇത്തരം സദസ്സുകളിലേക്ക് ക്ഷണിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ ഇരുത്തവും ഈ പ്രവർത്തനവും ഈ കൂടിയിരുത്തമൊക്കെ അള്ളാഹു ഏറ്റവും സ്വാലിഹ അമലായിക്കൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ അടുത്ത് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും വിശ്വാസ കാര്യങ്ങളിൽ യഥാർത്ഥ തൗഹീദ് അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഷഹാദത്ത് പൂർണ്ണമായും പിൻപറ്റുന്ന മുവഹീദുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.